വെൽക്കം ബാക്ക് ടു എഡ്യൂസ് പാർക്ക്. തമിഴ്നാട് ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബി.എഡ് കോഴ്സിൻ്റെ സെക്കൻഡ് സെമിസ്റ്ററിലെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെറ്റ് സ്റ്റാർട്ട്. വാട്ട് ഈസ് എൻവയോൺമെൻറ്റ്? വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ അവയർനെസ്? വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ ആറ്റിറ്റ്യൂഡ്? വാട്ട് ഈസ് എക്കോളജിക്കൽ ഇൻ്റലിജൻസ്? ഇത്രയും ടോപ്പിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ നോക്കാനുണ്ടായിരുന്നു. അത് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇതൊരു ചെറിയ ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയുടെ ലെങ്ത് അതുകൊണ്ട് തന്നെ വളരെ കുറവായിരിക്കും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി. The ability of human beings to respond to effective changes in interpersonal environment is called sensitivity. അപ്പം എന്താണ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്നറിയണമെങ്കിൽ ആദ്യം എന്താ സെൻസിറ്റിവിറ്റി എന്ന് പറയണം. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തോട് നമ്മുടെ മനുഷ്യർക്കുള്ളിലുള്ളാവുന്ന സഡൻ റെസ്പോൺസിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. Then creating positive changes in behavior of people is essential to find solutions to environmental problem. Environmental problemsന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ മനുഷ്യന്മാർക്കിടയിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരണം. അവരുടെ ബിഹേവിയറിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരണം. Now move on to ecological sensitivity. These positive responses of the human beings towards the protection of environment are considered as ecological sensitivity. അപ്പോൾ എൻവയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മനുഷ്യർക്കുള്ളിലുണ്ടാകുന്ന ആ പോസിറ്റീവ് റെസ്പോൺസസിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ യു പാസ് ബൈ എ ടാപ്പ് യു സീ ഇറ്റ് ഈസ് റണ്ണിങ് വാട്ടർ. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ടാപ്പിൽ നിന്നും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്ന് വിചാരിക്കുക. ആൻഡ് ദെൻ വി ആർ സേയിങ് ഹൗ പാത്തറ്റിക് ദ സിറ്റുവേഷൻ ഈസ്. ആൾക്കാർ യൂസ് ചെയ്തിട്ട് ദേ ആർ നോട്ട് ക്ലോസിങ് ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ ഈസ് റണ്ണിങ്. എത്രയെല്ലാം ആൾക്കാരാണ് ജലക്ഷാമം കൊണ്ട് കഷ്ടപ്പെടുന്നത്. ഇങ്ങനെ പാഴാക്കി കളയുന്ന വെള്ളം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാമായിരുന്നല്ലോ. ആൻഡ് യു ആർ ആസ്കിങ് സമ്മൺ എൽസ് ടു ഗോ ആൻഡ് ക്ലോസ് ദ ടാപ്പ്. നമ്മൾ വേറെ ആളോട് പറയണം, എന്താ ഇത് അവസ്ഥ കാണുന്നില്ലേ, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, പ്ലീസ് ഗോ ആൻഡ് ക്ലോസ് ദ ടാപ്പ് എന്ന് നമ്മൾ വേറെ ആളോട് പറയുകയാണെങ്കിൽ യു ഡെഫിനറ്റ്ലി ഹാവ് എക്കോളജിക്കൽ ഇൻ്റലിജൻസ്. നമ്മൾ ഓൾറെഡി എക്കോളജിക്കൽ ഇൻ്റലിജൻസ് പഠിച്ചു. എൻവയോൺമെൻറ്റ് എന്താണെന്നും അവിടെ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ ഇമ്പാക്റ്റിനെ പറ്റിയും ആ ഇമ്പാക്റ്റേഴ്സ് ഓരോ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള അറിവിനെയാണ് എക്കോളജിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റണ്ണിങ് ടാപ്പ് കണ്ടിട്ട് നമ്മളത് മനസ്സിലാക്കുന്നു, എന്നിട്ട് നമ്മൾ വേറൊരാളോടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞത്, ടാപ്പ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞത്. സോ യു ആർ ഹാവിങ് എക്കോളജിക്കൽ ഇൻ്റലിജൻസ് ബട്ട് നോട്ട് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി. സോ വാട്ട് ഈസ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി? If you see the running tap, and you feel pity about it, you go yourself and close that tap, then we can say that you have ecological sensitivity. ഒരു റണ്ണിങ് ടാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനോടൊരു പിറ്റി ഫീലിംഗ് തോന്നുകയും നമ്മൾ തന്നെ പോയിട്ട് അത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു റെസ്പോൺസസ് ഉണ്ടായി, ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ we can say that we have ecological sensitivity. Dimensions of ecological sensitivity: environmental empathy, pollution mitigation, eco-friendly practices, sensitiveness to health issues, waste management, conservation. Person following all these will have a good ecological sensitivity. Here is one comparison between ecological intelligence and ecological sensitivity. So ecological intelligence has two domains, cognitive and affective domain. Cognitive domain is your knowledge upon the environmental problems, and the affective domain is your understanding on the environmental problems. Ecological sensitivity, it has two domains, affective domain, psychomotor domain. Affective domain is the understanding of the environmental problems. Psychomotor domain is your responses and initiatives towards the
എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇവിടെ എക്കോളജിക്കൽ ഇൻ്റലിജൻസും എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റിയും തമ്മിലൊരു കമ്പാരിസൺ ആണ്. എക്കോളജിക്കൽ ഇൻ്റലിജൻസിന് കോഗ്നിറ്റീവ് ഡൊമൈനും ഉണ്ടായിരിക്കും, എഫക്റ്റീവ് ഡൊമൈനും ഉണ്ടായിരിക്കും. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അറിവ്. ദെൻ എഫക്റ്റീവ് ഡൊമൈൻ എന്ന് വെച്ചാൽ ആ എൻവയോൺമെൻറ്റൽ പ്രോബ്ലത്തിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്, യുവർ ഫീലിംഗ് ടുവേർഡ്സ് ഇറ്റ്. Ecological sensitivity has two domains, affective domain and psychomotor domain. So നേരത്തെ ടാപ്പിൻ്റെ കേസ് പറഞ്ഞ പോലെ when you see a running tap and you have ecological sensitivity, you will not talk about or you will not think about വെള്ളം പോയി കഴിഞ്ഞാൽ എന്നെ പ്രശ്നം ഉണ്ടാവും, ഇത്ര ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട്, ഇതൊന്നും അല്ല. ഫസ്റ്റ് യു വിൽ തിങ്ക്, ഫസ്റ്റ് യു വിൽ ഫീൽ പിറ്റി അബൌട്ട് ദാറ്റ് തിങ്. പക്ഷെ വെള്ളം പോകുന്നല്ലോ എന്ന തോന്നലായിരിക്കും നമ്മൾ ആദ്യം ജനറേറ്റ് ചെയ്യുക ഇഫ് യു ഹാവ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി. സോ എഫക്റ്റീവ് ഡൊമൈൻ ആണത്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. Then psychomotor domain. So when you feel pity about it, all of a sudden you will go and close the tap. So അപ്പോൾ ഒരു റെസ്പോൺസ് ഉണ്ടായി. So psychomotor domain is about the responses and initiatives towards the environmental protection. So these are the comparison between ecological intelligence and ecological sensitivity. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി ഞാൻ നിർത്താണ്. നെക്സ്റ്റ് വീഡിയോയിൽ വി വിൽ ടോക്ക് അബൌട്ട് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് മൈ വീഡിയോ ആൻഡ് മൈ lecture. Thank you. If you have any doubt, please do comment.